എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ്. പ്രാചീന കവികളും അവരുടെ കാവ്യങ്ങളെയും കുറിച്ചിട്ടാണ്. ഇപ്പോൾ കർത്താക്കളെ നോക്കൂ. അശ്വഘോഷ, അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് ബുദ്ധചരിതം. സൗന്ദരാനന്ദം. രണ്ടാമത്തത് പ്രവരസേന, അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സേതുകാവ്യം, സേതുബന്ധം, രാവണവധം. മൂന്നാമത്തെ വ്യക്തിയാണ് ബുദ്ധഘോഷ, അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് പദ്യചൂഡാമണി. നാലാമത്തെ വ്യക്തിയാണ് കുമാരദാസ, അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് ജാനകീഹരണം. അഞ്ചാമത് ഭട്ടിക്കാവ്യം, രാവണവധം. ഈ രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ കൃതി. അതിൽ രാവണവധമാണ് ചോദിക്കാൻ സാധ്യത. അടുത്തത് ഹരിചന്ദ്ര, ധർമ്മശർമാഭ്യുദയം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി. അടുത്തത് രത്നാകര, ഹരിവിജയം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര്. വാസുദേവ, അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് നളോദയം. പത്മഗുപ്ത, നവസാഹസ സാംഗചരിതം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര്. അടുത്തത് ബിൽഹനഹ, വിക്രമാംഗ ദേവചരിതം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര്. ക്ഷേമേന്ദ്ര, രാമായണ മഞ്ജരി, ബൃഹത് കഥാമഞ്ജരി, ഭാരതമഞ്ജരി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. അപ്പോൾ ജനുവരി 2 തൊട്ട് ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുക. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.